ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന പടത്തിലൂടെയാണ് ചരിത്ര നേട്ടത്തിലേക്ക് മോളിവുഡ് അടുക്കുന്നത്. 36 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ നിന്നും മികച്ച കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. റെക്കോർഡ് ബ്രേക്ക്. മിഡിൽ ഈസ്റ്റിൽ ബാഹുബലി 2വിന് വെല്ലുവിളി തന്നെ. ലോക നേടിയ കളക്ഷൻ കേട്ടാൽ ഞെട്ടും. മലയാള സിനിമയൊക്കെ വേറെ ലെവലായി കഴിഞ്ഞു. ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. അവസാനം നമ്മുടെ മണ്ണിൽ നിന്നൊരു ഹീറോ ഉദയം കൊണ്ടിരിക്കുകയാണ് ലോകയിലൂടെ. ചന്ദ്ര ഒരു സാധാരണ സൂപ്പർ ഹീറോ മാത്രമല്ല, നമ്മുടെ പുരാണങ്ങൾ കാത്തിരുന്ന രക്ഷകനാണ്. മലയാളത്തിലെ സൂപ്പർ ഹീറോ യുഗം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ, നിങ്ങൾ ഒരു രക്ഷയുമില്ല. ഗംഭീര സിനിമ സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച അനുഭവം തന്നെയാണ് ഈ സിനിമ നൽകുന്നത്. മികച്ചൊരു സിനിമ കണ്ട സംതൃപ്തിയോടെ തിയേറ്റർ വിട്ടിറങ്ങാം. ഇതൊരു മലയാള സിനിമയുടെ ഫ്രെയിം ആണോ എന്ന് പോലും ചിന്തിക്കും. ഇങ്ങനെയൊരു ടീമിനെ സെറ്റ് ചെയ്തു കൊണ്ടുവന്ന ദുൽഖറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കണ്ടിട്ടും വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന സിനിമാറ്റിക് ത്രില്ലർ മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് ചന്ദ്ര നൽകുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒന്നാണ് കോടി ക്ലബ്ബുകൾ. ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 100 കോടിയും 200 കോടിയും എല്ലാം നിസ്സാരമാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക്. ഇപ്പോൾ ഇതാ 300 കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് മലയാള സിനിമ കുതിക്കുകയാണ്. കല്യാണി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ലോക എന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ പുതിയ ബോക്സ് ഓഫീസ് സമവാക്യങ്ങൾ രചിക്കുകയാണ്. ഈ നായികയുടെ പടയോട്ടം മലയാള സിനിമയെ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ എത്തിച്ചു. ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ ഓഗസ്റ്റ് 22-നാണ് ചിത്രം റിലീസ് ചെയ്തത്. 36 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റായി മാറിക്കഴിഞ്ഞു ഈ ചിത്രം. മലയാളത്തിലെ വമ്പന്മാരുടെ കളക്ഷനെ മറികടന്നാണ് ലോകയുടെ ഈ മുന്നേറ്റം. ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് മിഡിൽ ഈസ്റ്റിലും ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് ലോക കാഴ്ചവെക്കുന്നത്. ഇപ്പോഴിതാ മിഡിൽ ഈസ്റ്റ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഇരട്ടി മധുരമായി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, റിപ്പോർട്ട് അനുസരിച്ച് ലിസ്റ്റിലുള്ള 8 സിനിമകളിൽ 4 മലയാള സിനിമകളാണ് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. ലിസ്റ്റിലെ ഏക നായിക കല്യാണി പ്രിയദർശനാണ് എന്നത് മറ്റൊരു കാര്യമാണ്. രജനികാന്തിന്റെ ജയിലർ, വിജയുടെ ലിയോ, യഷിന്റെ KGF തുടങ്ങിയ ബ്രഹ്മാണ്ഡ സൂപ്പർ താര ചിത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും അവയെല്ലാം കടത്തിവെട്ടിയാണ് ലോക കുതിക്കുന്നത്. ലിസ്റ്റിൽ 3-ാം സ്ഥാനത്താണ് ലോകയുള്ളത്. ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. എമ്പുരാനെ മറികടന്ന് മുന്നേറാനുള്ള സാധ്യതയും ലോകയ്ക്കുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്നും $10 മില്യൺ കളക്ഷൻ നേടി 1-ാം സ്ഥാനത്തുള്ളത് ബാഹുബലി 2 മാത്രമാണ്. ഇനി ലോകയുടെ മുന്നിലും ബാഹുബലി മാത്രമാണ്. അതും നിസ്സാരമായിട്ട് തന്നെ ലോക കീഴ്പ്പെടുത്തുമെന്നും ആരാധകർ പറയുന്നു. മലയാള സിനിമയുടെ വ്യാപ്തി ഒരു പ്രാദേശിക അതിർത്തിക്കുള്ളിൽ ഒതുങ്ങുന്നല്ലെന്നും മികച്ച ഉള്ളടക്കമുള്ള ചിത്രങ്ങളെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും ലോക ചാപ്റ്റർ 1 തെളിയിച്ചിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.